ഗുഡ് മോർണിംഗ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ പാഠം 6 വെള്ളത്തിന്റെ വില. അതായത് വെള്ളം പാഴാക്കരുത്. നമ്മളുടെ വീട്ടിലെല്ലാവരും പറയും, അയ്യോ എന്തിനാ അത്ര അധികം വെള്ളമൊക്കെ ചെലവഴിക്കുന്നത് എന്ന് പറയും. നമ്മൾക്കൊന്നും പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാത്തത് കൊണ്ട് നമ്മൾ യഥേഷ്ടം വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? അതേ സ്ഥാനത്ത് അന്യനാട്ടിലോ വേറെ എവിടെയെങ്കിലൊക്കെ പോയി താമസിക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം 1 മണിക്കൂർ വെള്ളം വരുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്തിച്ച് വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലെന്താ എടുക്കുന്നത് നോക്കാം. വെള്ളത്തിന്റെ പൈപ്പ് തുറന്നിട്ടിട്ടാണ് മീനിയുടെ മുഖം കഴുകലും പല്ല് തേക്കലും. എപ്പോഴും ടാപ്പ് തുറന്നു വെച്ച് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാപ്പ് തുറന്നു വെക്കുക, എന്നിട്ട് കഴിയുന്ന അങ്ങനെ കഴുകുക. അങ്ങനെ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ് മീനിയുടെ പണി. മീനിയുടെ അച്ഛൻ വെള്ളം പാഴാക്കരുതെന്ന് പറയാറുണ്ടെങ്കിലും മാതാപിതാക്കളുടെ കണ്ണിൽ പെടാതെ അല്പം വെള്ളത്തിൽ കളിയും അവൾക്കുണ്ട്. അച്ഛൻ പിന്നിൽ വന്ന് നിൽക്കുന്നത് അറിയാതെ പതിവ് പോലെ അന്നും പൈപ്പ് തുറന്നിട്ട് അവൾ കളിക്കുകയായിരുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പൈപ്പ് തുറന്നിട്ട് ആ വെള്ളത്തിൽ ഒരുപാട് കളിക്കും. അപ്പൊ മീനിന്റെ അച്ഛൻ വന്നു നിന്നൊന്നും മീന അറിഞ്ഞിട്ടില്ല. അത് അങ്ങനെ പൈപ്പില് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പല്ല് തേക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഈ സമയം മുഴുവൻ വെള്ളം നഷ്ടപ്പെടുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ പല്ല് തേക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഇത്രയും നേരം പല്ല് തേക്കുന്ന സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നീ വെള്ളം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീന, അച്ഛന് എല്ലാത്തിനും പിശുക്ക. മഴ പെയ്യുമ്പോൾ എത്ര ജലമാണ് വെറുതെ ഒഴുകിപ്പോകുന്നത്. അപ്പൊ മീന പറഞ്ഞു, അച്ഛൻ എല്ലാ കാര്യത്തിലും പിശുക്കാണ്. മഴ പെയ്യുന്ന സമയത്ത് എത്ര വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് എന്ന്. അച്ഛൻ, ഭൂമിയിലുള്ള ജലത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ശുദ്ധമായിട്ടുള്ളത്. ഭൂമിയിൽ ഉള്ള ജലത്തിന്റെ കുറച്ചു ഭാഗം മാത്രമേ നല്ല വെള്ളം ഉള്ളൂ. അതുകൊണ്ട് നാം ജലം പാഴാക്കി കളയരുത്. കഴിഞ്ഞ വർഷം 7 മാസത്തോളം നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ടും വരൾച്ച ഉണ്ടാകാൻ കാരണം എന്താണെന്ന് മീനയ്ക്ക് പറയാമോ? അതായത് കഴിഞ്ഞ വർഷം നമുക്ക് 7 മാസത്തോളമൊക്കെ മഴയുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെയും കൊടും വേനലാണ്, വരൾച്ചയാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് മീനയോട് ആര് ചോദിച്ചു? അച്ഛൻ ചോദിച്ചു. മീന പറഞ്ഞു, മഴവെള്ളമൊക്കെ ഒഴുകിപ്പോയി, മഴ പെയ്തു വെള്ളമൊക്കെ ഒഴുകിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, മീന പറഞ്ഞു ശരി തന്നെയാണ്. നമുക്ക് കിട്ടുന്ന മഴവെള്ളം സൂക്ഷിക്കാൻ അറിയില്ല എന്നാണ് അതിനർത്ഥം. അതായത് നമ്മൾ കിട്ടുന്ന വെള്ളം അത് സൂക്ഷിച്ചു വെക്കുന്നില്ല, അതുകൊണ്ടാണ് വെള്ളം നമുക്ക് കിട്ടാതായത്. അതുകൊണ്ടാണ് നഗരത്തിൽ മാത്രമല്ല നാട്ടിൻ പുറത്ത് പോലുമുള്ള കടകളിൽ നിറയെ കുപ്പിവെള്ളം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കടകളിലെല്ലാം കുപ്പിവെള്ളം വിൽക്കാൻ വെച്ചിരിക്കുന്നത് എന്നാ പറയുന്നത്. നമുക്ക് കുടിവെള്ളം ഇല്ലാതെ വന്നാൽ കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരില്ലേ അച്ഛൻ? അപ്പൊ നീ ചോദിച്ചു, നമുക്ക് ഇവിടെ വെള്ളം നമ്മുടെ കിണറിലോ പൈപ്പിലൊന്നും കിട്ടാതിരുന്നാൽ നമുക്ക് കുപ്പിവെള്ളത്തിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ലേ, കുപ്പിവെള്ളം വാങ്ങിക്കേണ്ടതായിട്ട് വരില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ, 1 ലിറ്റർ പാലിനോളം വില വരും ഒരു കുപ്പി വെള്ളത്തിന്. 1 കുപ്പി വെള്ളത്തിന് 1 ലിറ്റർ പാലിന്റെ വില തന്നെ വരും. ഒരു ദിവസം മീനയ്ക്ക് വേണ്ട വെള്ളത്തിന്റെ അളവൊന്ന് എടുത്തു നോക്കുക. എന്നിട്ട് അപ്പോൾ അറിയാം മീനയ്ക്ക് മാത്രം എത്ര കുപ്പി വെള്ളം വേണ്ടിവരുമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ കോടീശ്വരന്മാർക്ക് മാത്രമേ വില കൊടുത്ത് ജലം വാങ്ങാൻ കഴിയൂ എന്ന്? അതായത് നിങ്ങൾ ഒരു ദിവസം എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പല്ല് തേക്കാൻ, കുളിക്കാൻ, ബാത്റൂമിൽ പോകാൻ, അങ്ങനെ ഒരുപാട് നിങ്ങൾ എത്ര വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒന്ന് നോക്കുക. നിങ്ങൾ എത്ര ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ചെലവഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മീന, ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല അച്ഛാ. ഇനി ഞാൻ ഒരിക്കലും വെള്ളം പാഴാക്കുകയില്ല. മഴക്കാലത്തെ പൈപ്പ് വെള്ളം ഉപയോഗിക്കുകയുമില്ല. ക്ലാസ്സിലെ കൂട്ടുകാരോടൊക്കെ വെള്ളത്തിന്റെ വിലയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കും. അതായത് ഞാൻ ഇത്രയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛാ. ഇനി മുതൽ ഞാൻ വെള്ളമൊന്നും പാഴാക്കി കളയില്ല എന്ന് മീന പറഞ്ഞു. ഭൂമിയിലെ ജലം ഭൂമിക്കും ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുള്ളിടങ്ങളിൽ നമുക്കത് സംരക്ഷിക്കണം, എല്ലാ കാലത്തേക്കും വേണ്ടി സൂക്ഷിക്കണം. കാരണം ജലം ജീവൻ നിലനിർത്തുന്ന അമൃതാണ്. അതില്ലെങ്കിൽ ജീവനില്ല. വെള്ളമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനൊന്നും കഴിയില്ല. സൂര്യപ്രകാശവും വെള്ളവും വെളിച്ചവും എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അതില്ലാന്ന് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അധികം വെള്ളം പാഴാക്കാതെ കുറച്ച് അത് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കുക എന്നല്ല, കുളിക്കാതിരിക്കുക അങ്ങനൊന്നും അല്ല പറയുന്നത്. കുറച്ച് വെള്ളത്തിൽ, അതായത് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. പല്ല് തേക്കുന്നതിന് മുൻപേ ടാപ്പ് തുറന്ന് വെക്കുക. അതായത് കുളിക്കുന്നതിന് മുൻപ്, കുളിച്ചു കഴിഞ്ഞാലും ബക്കറ്റൊക്കെ വെള്ളം നിറഞ്ഞു പറ്റോട്ടെ എന്നുള്ള ബേസിലിരിക്കുക. അതൊന്നും ചെയ്യാൻ പാടില്ല. മീന, ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനായി കഴിയുമ്പോൾ ധാരാളം ജലം ഞാൻ പാഴാക്കിയത് വലിയ തെറ്റായിപ്പോയി അല്ലേ അച്ഛാ? അതായത് പല സ്ഥലങ്ങളിലും വെള്ളത്തിന് വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാവാറുണ്ട്. കുടങ്ങൾ കൊണ്ട് നമ്മൾ ന്യൂസിലേ കാണാറുണ്ട്. എല്ലാവരുടെയും വരിവരിയായി കുടങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി ആൾക്കാര് ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് വെള്ളമൊക്കെ കിട്ടി നമ്മൾ അതിനെ പാഴാക്കി കളയല്ലേ എന്ന് മീന അച്ഛനോട് ചോദിച്ചു. അച്ഛൻ കുറ്റബോധമാണ് മകളെ മനുഷ്യനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ അതിനെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് നമ്മളെ ശരിയായ വഴിയിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ വായിച്ചു തരാം. പാഠം 6 വെള്ളത്തിന്റെ വില. വെള്ളത്തിന്റെ പൈപ്പ് തുറന്നിട്ടിട്ടാണ് മീനിയുടെ മുഖം കഴുകലും പല്ലുവയ്ക്കലും. മീനിയുടെ അച്ഛൻ വെള്ളം പാഴാക്കരുതെന്ന് പറയാറുണ്ടെങ്കിലും മാതാപിതാക്കളുടെ കണ്ണിൽപ്പെടാതെ അല്പം വെള്ളത്തിൽ കളിയും അവൾക്കുണ്ട്. അച്ഛൻ പിന്നിൽ വന്ന് നിൽക്കുന്നതറിയാതെ പതിവ് പോലെ അന്നും പൈപ്പ് തുറന്നിട്ട് അവൾ കളിക്കുകയായിരുന്നു. അച്ഛൻ പല്ലു തേക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഈ സമയം മുഴുവൻ വെള്ളം നഷ്ടപ്പെടുകയായിരുന്നു. മീന അച്ഛന് എല്ലാറ്റിനും പിശുക്ക. മഴ പെയ്യുമ്പോൾ എത്ര ജലമാണ് വെറുതെ ഒഴുകിപ്പോകുന്നത്. അച്ഛൻ ഭൂമിയിലുള്ള ജലത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ശുദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് നാം ജലം പാഴാക്കി കളയരുത്. കഴിഞ്ഞ വർഷം 7 മാസത്തോളം നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ടും വരൾച്ച ഉണ്ടാകാൻ കാരണം എന്താണെന്ന് മീനയ്ക്ക് പറയാമോ? മീന മഴവെള്ളമൊക്കെ ഒഴുകിപ്പോയത് കൊണ്ട്. അച്ഛൻ മീന പറഞ്ഞത് ശരിയാണ്. നമുക്ക് കിട്ടുന്ന മഴവെള്ളം സൂക്ഷിക്കാൻ അറിയില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് നഗരത്തിൽ മാത്രമല്ല നാട്ടിൻ പുറത്തു പോലുമുള്ള കടകളിൽ നിറയെ കുപ്പിവെള്ളം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. മീന നമുക്ക് കുടിവെള്ളമില്ലാതെ വന്നാൽ കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരില്ലേ? അച്ഛൻ 1 ലിറ്റർ പാലിനോളം വില വരും ഒരു കുപ്പിവെള്ളത്തിന്. ഒരു ദിവസം മീനയ്ക്ക് വേണ്ട വെള്ളത്തിന്റെ അളവൊന്ന് എടുത്തു നോക്കൂ. അപ്പോൾ അറിയാം മീനയ്ക്ക് മാത്രം എത്ര കുപ്പി വെള്ളം വേണ്ടിവരുമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ കോടീശ്വരന്മാർക്ക് മാത്രമേ വില കൊടുത്ത് ജലം വാങ്ങാൻ കഴിയൂ എന്ന്? മീന ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല അച്ഛാ. ഇനി ഞാൻ ഒരിക്കലും വെള്ളം പാഴാക്കുകയില്ല. മഴക്കാലത്ത് പൈപ്പ് വെള്ളം ഉപയോഗിക്കുകയുമില്ല. ക്ലാസ്സിലെ കൂട്ടുകാരോടൊക്കെ വെള്ളത്തിന്റെ വിലയെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കും. അച്ഛൻ ഭൂമിയിലെ ജലം ഭൂമിക്കും ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതുള്ളിടങ്ങളിൽ നമുക്കത് സംരക്ഷിക്കണം. എല്ലാ കാലത്തേക്കും വേണ്ടി സൂക്ഷിക്കണം. കാരണം ജലം ജീവൻ നിലനിർത്തുന്ന അമൃതാണ്. അതില്ലെങ്കിൽ ജീവനില്ല. മീന ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനായി കേഴുമ്പോൾ ധാരാളം ജലം ഞാൻ പാഴാക്കിയത് വലിയ തെറ്റായി പോയി അല്ലേ അച്ഛാ? അച്ഛൻ കുറ്റബോധമാണ് മകളെ മനുഷ്യനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പെൻസിൽ കൊണ്ട് അടിവരയിടുക. മാതാപിതാക്കളുടെ പാഴാക്കരുതെന്ന് പിശുക്ക, ശുദ്ധമായിട്ടുള്ളത് വരൾച്ച, നാട്ടിൻപുറത്ത് പോകുന്നില്ല, കോടീശ്വരന്മാർക്ക് ജീവജാലങ്ങൾക്കും അമൃതാണ്, കേഴുമ്പോൾ കുറ്റബോധമാണ് നയിക്കുന്നത്. ഇനി സമാന പദങ്ങള് നിങ്ങൾ കണ്ടെത്തി എഴുതുക. പിന്നെ ഒന്നിനെത്തിരി, അച്ഛൻ, ജനകൻ, പിതാവ്, താതൻ. മഴ, വൃഷ്ടി, വർഷം, മാരി. ഇതെല്ലാം കുറെ പ്രാവശ്യം വായിക്കുക, കുറെ പ്രാവശ്യം എഴുതി പഠിക്കുക കേട്ടോ.